सरस्वती नमस्तुभ्यं वरदे कामरूपिणी വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം വനയാത്ര മുതൽ വാൽമീകിയുടെ ആത്മകഥ വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. വാമദേവ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ശ്രീരാമൻ്റെ ജന്മരഹസ്യം കേട്ട ജനങ്ങളുടെ ദുഃഖമെല്ലാം തീർന്നു. അനന്തരം താപതശ്രേഷ്ഠനായ വാമദേവൻ സന്തോഷത്തോടെ മടങ്ങി എന്ന ഭാഗത്താണ് ഇന്നലെ നിർത്തിയത്. ഇനി ഇന്നത്തെ ഭാഗം വനയാത്ര. പിതാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ ശ്രീരാമൻ ദുഃഖമില്ലാതെ കൈകേയിയെ വണങ്ങിയിട്ട് ഇപ്രകാരം പറഞ്ഞു: അമ്മേ, ദുഃഖം ഉപേക്ഷിക്കുക. ലക്ഷ്മണനും സീതയും ഞാനും സന്തോഷത്തോടെ കാട്ടിലേക്ക് പോവുകയാണ്. ദുഃഖമില്ലാതെ അച്ഛൻ ഞങ്ങളോട് ആജ്ഞാപിച്ചാൽ മാത്രം മതി. തനിക്ക് പ്രിയങ്കരമായ വാക്കുകൾ കേട്ട് സംഭ്രമത്തോടെ കൈകേയി എഴുന്നേറ്റു. തുടർന്ന് ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും മരവുരി കൊടുത്തു. ശ്രീരാമൻ വിശിഷ്ട വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് മരവുരി വാങ്ങി കൊടുത്തു. ശ്രീരാമൻ്റെ അനുവാദത്തോടെ ലക്ഷ്മണനും മരവുരി ധരിച്ചു. സീതാദേവി ദുഃഖത്തോടെ മരവുരി കയ്യിലേന്തിക്കൊണ്ട് താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ലജ്ജയോടുകൂടി ശ്രീരാമൻ്റെ മുഖത്തേക്ക് ഒളിക്കണ്ണിട്ട് നോക്കി. താൻ ഇത് എങ്ങനെ ഉടുക്കുമെന്ന് സീത ചിന്തിച്ചു. ലക്ഷ്മി വല്ലഭനായ ശ്രീരാമൻ സീതയുടെ വിചാരം മനസ്സിലാക്കിയിട്ട് പരുപരുത്ത മരവുരി കയ്യിൽ നിന്നും വാങ്ങി പട്ടുവസ്ത്രത്തിന് മുകളിലായി അണിയിച്ചിട്ട് അഭിനന്ദനം പ്രകടിപ്പിച്ചു. ഇത് കണ്ട് അന്തഃപുര സ്ത്രീകളും മറ്റുള്ള ആളുകളും എല്ലാം ദുഃഖത്തോടെ കരയുന്നത് കണ്ട് വസിഷ്ഠ മഹർഷി കോപത്തോടും സങ്കടത്തോടും കൈകേയിയെ ശകാരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ദുഷ്ടേ, രാക്ഷസി, ദുഷ്ടവിചാരമുള്ളവളെ, ക്രൂരെ, എന്താണ് നിനക്ക് ഇങ്ങനെ തോന്നിയത്? രാമൻ വനത്തിന് പോകണമെന്ന വരമാണല്ലോ ദുസ്വഭാവിയായി നീ ആവശ്യപ്പെട്ടത്. സീതാദേവിക്ക് മരവുരി നൽകാൻ നിനക്ക് എങ്ങനെ തോന്നി? പതിവ്രതയും ഭക്തയുമായ സീത ഭർത്താവിനോടൊപ്പം കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ സർവാഭരണങ്ങളും അണിഞ്ഞ് വിശിഷ്ട വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് തന്നെ പോകട്ടെ. വനവാസകാലത്തെ ദുഃഖം പരിഹരിക്കുന്നതിനു വേണ്ടി ഭർത്താവിനെ ആനന്ദിപ്പിച്ചുകൊണ്ട് നിരന്തരം ഭർതൃപരിചരണത്തോടെ വേർപിരിയാതെ മനഃശുദ്ധിയോടെ സഞ്ചരിക്കട്ടെ. ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട ദശരഥൻ വസിഷ്ഠനെ നമസ്കരിച്ചിട്ട് സുമന്ത്രരോട് ആജ്ഞാപിച്ചു: രാജീവനേത്രനായ രാമൻ്റെ യാത്രയ്ക്ക് വേണ്ടി രാജകീയ രഥം ഉടനെ വരുത്തുക. ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ്റെ മനോഹരമായ മുഖം നോക്കിയിട്ട്, മകനെ, സുന്ദരനായ രാമ, ലക്ഷ്മണ, സീതേ, എൻ്റെ പ്രാണസമനായിട്ടുള്ളവനെ, മനോഹര എന്ന് വിളിച്ച് ദുഃഖത്തോടെ ഭൂമിയിൽ വീണ് കരയുമ്പോൾ സുമന്ത്ര തേരുമായി എത്തി. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: സീതേ, വേഗം തേരിൽ കയറൂ, ഇനി സമയം കളയരുത്. സീത തേരിൽ കയറി പിതാവിനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ചിട്ട് ലക്ഷ്മീകാന്തനായ രാമനും അമ്പ്, വില്ല്, വാള്, ആവനാഴി മുതലായവ ധരിച്ചുകൊണ്ട് ലക്ഷ്മണനും രഥത്തിൽ കയറി. സുമന്ത്ര ദുഃഖത്തോടെ തേരോടിച്ചു. നിൽക്കൂ, നിൽക്കൂ എന്ന് ദശരഥൻ വിളിച്ചു പറഞ്ഞപ്പോൾ വേഗത്തിൽ പോകൂ, പോകൂ എന്ന് ശ്രീരാമൻ സുമന്ത്രരോട് പറഞ്ഞു. ലോകരെല്ലാം നിശ്ചലരായി നിന്നു. രാജീവലോചനായ രാമൻ ദൂരമറിഞ്ഞപ്പോൾ ദശരഥൻ ബോധം കെട്ട് നിലത്തു വീണു. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടെയുള്ള പൗരജനങ്ങളെല്ലാം വർദ്ധിച്ച ദുഃഖത്തോടെ, പ്രഭോ രാമചന്ദ്ര, ദയാനിധേ, കണ്ണുകൾക്ക് അമൃതമായിട്ടുള്ളവനെ, നിൽക്കൂ, നിൽക്കൂ, അങ്ങയെ കാണാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ദൈവമേ, ഞങ്ങളുടെ ജീവൻ പോകുന്നല്ലോ എന്നിങ്ങനെ വിലപിച്ചുകൊണ്ട് വേഗം തേരിന് പിന്നാലെ നടന്നു. ദശരഥൻ വളരെ നേരം വിലപിച്ചിട്ട് പരിചാരകരോട് ദുഃഖത്തോടെ പറഞ്ഞു: നിങ്ങൾ എന്നെ എടുത്ത് ശ്രീരാമൻ്റെ അമ്മയായ കൗസല്യയുടെ ഗൃഹത്തിലാക്കുക. രാമനെ പിരിഞ്ഞ് ഞാനിനി ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല എന്ന് തീർച്ചയാണ്. ഇത് കേട്ട ഭൃത്യന്മാർ ദശരഥനെ എടുത്ത് കൗസല്യയുടെ ഗൃഹത്തിലെത്തിച്ചു. വീണ്ടും ബോധം കെട്ട് വീണ ദശരഥൻ ഉണർന്നപ്പോൾ അരികത്തിരിക്കുന്ന കൗസല്യയോടൊപ്പം വീണ്ടും കരഞ്ഞു തുടങ്ങി. സന്ധ്യയോടെ തമസാ നദീ തീരത്തെത്തിയ ശ്രീരാമൻ അന്ന് അവിടെ താമസിച്ചു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിരാഹാരനായി സീതയോടൊപ്പം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അവർക്ക് സമീപം സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് കാവൽ നിന്നു. ശ്രീരാമനെ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കും രാമനോടൊപ്പം കാട്ടിൽ കഴിയാം എന്ന് തീരുമാനിച്ച് പൗരന്മാരും ശ്രീരാമസന്നിധിയിൽ രാത്രി കഴിച്ചു. പൗരജനത്തിൻ്റെ കരച്ചിലും പറച്ചിലും കേട്ട് ശ്രീരാമൻ ഇപ്രകാരം ചിന്തിച്ചു: സൂര്യനുദിച്ചാൽ ഈ ആളുകൾ എന്നെ വിട്ടയക്കുകയില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകും. ദുഃഖിതരായി ഇവർ തളർന്നു കിടന്നുറങ്ങുകയാണ്. ഇവർ ഉണരുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ ഇവിടം വിട്ടു പോകണം. വേഗം തേര് തയ്യാറാക്കാൻ പറഞ്ഞതനുസരിച്ച് സുമന്ത്രർ തേര് തയ്യാറാക്കി. രാമലക്ഷ്മണന്മാരും സീതയും തേരിൽ കയറി. ഇതൊന്നും പൗരന്മാർ അറിഞ്ഞില്ല. അല്പനേരം അയോധ്യയ്ക്ക് നേരെ തേരോടിച്ചിട്ട് വീണ്ടും തെക്കേ ദിക്കിലേക്ക് തിരിച്ചുവിട്ടു. ശ്രീരാമൻ്റെ ചുറ്റും കിടന്നുറങ്ങിയിരുന്ന പൗരജനങ്ങൾ പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ രാമനെ കാണാത്തതിനാൽ
കരഞ്ഞുകൊണ്ട് ഇച്ഛാഭംഗത്തോടെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. സീതാസമേതനായ രാമനെ ദിവസവും ചിന്തിച്ച് പുത്രമിത്രാദികളോടുകൂടി മനഃശുദ്ധിയോടെ അവർ കഴിഞ്ഞുകൂടി. ലക്ഷ്മി വല്ലഭനായ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാതീരത്തെത്തി. പുണ്യനദിയായ ഗംഗയിൽ അവർ സ്നാനം ചെയ്തു. അനന്തരം ശൃംഗിവേരപുരത്തിനടുത്തെത്തി ഒരു ശിംശവാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സസുഖം വസിച്ചു. ലക്ഷ്മി വല്ലഭനായ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാതീരത്തെത്തി. പുണ്യനദിയായ ഗംഗയിൽ അവർ സ്നാനം ചെയ്തു. അനന്തരം ശൃംഗിവേരപുരത്തിനടുത്തെത്തി ഒരു ശിംശവാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സസുഖം വസിച്ചു. ഇനി ഗുഹസംഗമം. ശ്രീരാമൻ്റെ ആഗമന വാർത്ത വളരെ ഉത്സാഹത്തോടെയാണ് ഗുഹൻ കേട്ടറിഞ്ഞത്. തൻ്റെ സ്വാമിയും പ്രിയപ്പെട്ട സ്നേഹിതനുമായ ശ്രീരാമനെ കണ്ടു വണങ്ങുന്നതിന് പഴങ്ങൾ, തേൻ, പുഷ്പങ്ങൾ മുതലായവയെല്ലാം സംഭരിച്ച് രാമൻ്റെ സന്നിധിയിൽ ഭക്തിപൂർവ്വം സമർപ്പിച്ചിട്ട് ഗുഹൻ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രീരാമൻ ഗുഹനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സസന്തോഷം മാറോട് ചേർത്ത് ഗാഠമായി ആലിംഗനം ചെയ്തു. പുഞ്ചിരിയോടെ മധുരമായി കുശലാന്വേഷണം നടത്തിയ ശ്രീരാമനോട് ഗുഹൻ കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, ഇന്ന് ഞാൻ ധന്യനായി. എൻ്റെ കാട്ടാള ജന്മവും പവിത്രമായി. ഈ കാട്ടാളൻ്റെ രാജ്യം ഒരു ദോഷവുമില്ലാത്തതാണ്. ഈ രാജ്യത്തെയും അങ്ങയുടെ കിങ്കരനായ എന്നെയും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. അങ്ങ് സന്തോഷത്തോടെ എന്നെന്നും ഇവിടെ തന്നെ വസിച്ചാലും. എൻ്റെ അന്തഃപുരം അങ്ങയുടെ പാദരേണുക്കളാൽ ഇന്ന് ശുദ്ധമാക്കണം. ഈ കിഴങ്ങുകളും പഴങ്ങളുമെല്ലാം സ്വീകരിച്ച് ദയാപൂർവം എന്നെ അനുഗ്രഹിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഗുഹനോട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു: സുഹൃത്തെ, ഞാൻ പറയുന്നത് കേൾക്കുക. എനിക്ക് ഇതിൽ പരം സുഖം കിട്ടാനില്ല. 14 വർഷം കഴിഞ്ഞ് ഞാൻ ഗ്രാമങ്ങളിലുള്ള വീടുകളിൽ താമസിക്കുകയുള്ളൂ. വനവാസം കഴിയും വരെ അന്യം നൽകുന്നതൊന്നും ഞാൻ കഴിക്കുകയില്ല. ഇതെൻ്റെ രാജ്യം തന്നെ. നീ എൻ്റെ മിത്രവുമാണ്. അതിനാൽ നീ തന്നെ രാജ്യം ഭരിക്കുക. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് വല്ലായ്മ തോന്നരുത്. ഉടനെ കുറച്ച് പേരാലിൻ്റെ കറ കൊണ്ടുവരിക. ഉടൻ തന്നെ ഗുഹൻ പേരാലിൻ്റെ കറ എത്തിച്ചു കൊടുത്തു. ആ കറയും ഭസ്മവും ചേർത്ത് ലക്ഷ്മണനും ശ്രീരാമനും തലമുടി ജട പിടിപ്പിച്ച് കെട്ടി. ദർഭ വിരിച്ച് ലക്ഷ്മണൻ തയ്യാറാക്കിയ കിടക്കയിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ശ്രീരാമൻ സീതയോടൊത്ത് മാളിക മുകളിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് പോലെ സുഖമായി ശയിച്ചു. ലക്ഷ്മണനും ഗുഹനും അമ്പും വില്ലും ധരിച്ച് അവർക്ക് കാവൽ നിന്നു. ലക്ഷ്മീപതിയായ ശ്രീരാമനും ലക്ഷ്മീ ഭഗവതിയായ സീതയും മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ദുഃഖിതനായ ഗുഹൻ കണ്ണീരൊഴുക്കിക്കൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു: സുഹൃത്തെ, കമലാക്ഷനായ ശ്രീരാമനെ കണ്ടില്ലേ? അദ്ദേഹം മരച്ചുവട്ടിൽ ഇലകൾ വിരിച്ച കിടക്കയിൽ കിടന്നുറങ്ങുന്നു. നഗരത്തിലുള്ള കൊട്ടാരത്തിലെ സ്വർണ്ണക്കട്ടിലിൽ സീതാദേവിയോടൊത്ത് ഉറങ്ങിയിരുന്ന പുണ്യപുരുഷൻ ഇന്ന് കാട്ടിനുള്ളിലെ തറയിൽ തളിരുകൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ കിടക്കുന്നു. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുന്നതിന് കാരണം കൈകേയിയാണ്. മന്ദരയുടെ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി കൈകേയി മഹാപാപം ചെയ്തു കളഞ്ഞല്ലോ. ഗുഹന്റെ ഈ വാക്കുകൾ കേട്ട ഉടനെ ലക്ഷ്മണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: സന്മനസ്സുള്ള അല്ലയോ സ്നേഹിത, ഞാൻ പറയുന്നത് കേൾക്കുക. എല്ലായ്പ്പോഴും ശ്രീരാമനാമം ജപിക്കുക. ആരുടെയും ദുഃഖത്തിന് ആരും കാരണക്കാരല്ല. അതുപോലെ ആരുടെയും സുഖത്തിനും. ഈ 3 ലോകത്തിലും മറ്റാരുമല്ല കാരണക്കാർ. മുജ്ജന്മങ്ങളിലെ കർമ്മഫലമാണ് സർവ്വലോകരുടെയും സുഖത്തിനും ദുഃഖത്തിനും കാരണം. ആലോചിച്ചു നോക്കിയാൽ നമുക്ക് സുഖമോ ദുഃഖമോ നൽകുന്നതിന് ആരുമില്ല എന്ന് തീർച്ചയാണ്. ഈ ലോകത്തിൽ ഒരാൾ എനിക്ക് സുഖം നൽകുന്നു, മറ്റൊരാൾ എനിക്ക് ദുഃഖം നൽകുന്നു എന്ന വെറുതെയുള്ള തോന്നൽ അറിവില്ലാത്തവർക്ക് മാത്രമേ ഉണ്ടാകൂ. അറിവുള്ളവർക്ക് ഇങ്ങനെ തോന്നുകയില്ല. ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന തോന്നൽ മിഥ്യാഭിമാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. സകലരും സ്വന്തം കർമ്മങ്ങളാകുന്ന ചരടിൽ ബന്ധിതരായിരിക്കുന്നു. മിത്രം, ശത്രു, ശത്രുവോ മിത്രമോ അല്ലാത്തവർ, ബന്ധു, വിരോധി, മധ്യസ്ഥൻ, സുഹൃത്തുക്കൾ എന്നിങ്ങനെയുള്ള ഭേദചിന്തകൾ കൊണ്ടുണ്ടാകുന്ന വിഭ്രമങ്ങൾ വിചിത്രം തന്നെ. സ്വന്തം കർമ്മങ്ങൾ പരിതസ്ഥിതികൾക്കനുസരിച്ച് ഏത് തരത്തിൽ കരുതപ്പെടുന്നുവോ ആ വിധത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. സുഖദുഃഖങ്ങളെല്ലാം സ്വന്തം കർമ്മങ്ങൾക്കനുസരിച്ചുള്ളതാണ് എന്ന് വിചാരിച്ച് ഓരോ കാലത്ത് വന്നു ചേരുന്നതെല്ലാം അനുഭവിച്ച് സ്വസ്ഥനായി കഴിയണം. സുഖാനുഭവങ്ങൾക്ക് വേണ്ടി അത്യാർത്തി പ്രകടിപ്പിക്കരുത്. വിധിവശാൽ, അതായത് ഈശ്വരഹിതമനുസരിച്ച് ഓരോ കാലത്ത് ലഭിക്കുന്ന സുഖങ്ങളൊന്നും ഉപേക്ഷിക്കുകയും വേണ്ട. ശുഭമോ അശുഭമോ ആയ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനസ്സിൽ സന്തോഷമോ ദുഃഖമോ ഉണ്ടാകേണ്ടതും ഇല്ല. പുണ്യപാപങ്ങളുടെ ഫലമായാണ് മനുഷ്യ ശരീരം ലഭിക്കുന്നത്. എല്ലാവർക്കും സഹജമായിട്ടുള്ളതാണ് സുഖവും ദുഃഖവും. ഇതില്ലാതാക്കാൻ ദേവാസുരന്മാർക്ക് പോലും കഴിയുകയില്ല. ഭൂമിയിൽ സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും രാത്രിയും പകലും എന്ന പോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കും.
ആലോചിച്ചു നോക്കിയാൽ ചിലപ്പോൾ ദുഃഖാനന്തരം സുഖവും സുഖത്തിനിടയിൽ ദുഃഖവും ഉണ്ടാകും. വെള്ളവും ചെളിയും എന്ന പോലെ സുഖദുഃഖങ്ങൾ പരസ്പരം ചേർന്നിരിക്കും. അതിനാൽ അറിവുള്ളവർ ഹൃദയത്തിൽ ദുഃഖവും സന്തോഷവുമില്ലാതെ ധൈര്യത്തോടെ ജീവിതം നയിക്കുന്നു. ഇഷ്ടമായത് വരുമ്പോഴും അനിഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം മായയാണ് എന്ന് കരുതി അറിവുള്ളവർ സന്തോഷത്തോടെ കഴിയുന്നു. ഇങ്ങനെ ഗുഹനും ലക്ഷ്മണനും പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സൂര്യോദയമായി. നിത്യകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ശ്രീരാമൻ തോണി വരുത്തുവാൻ ഗുഹനോട് പറഞ്ഞു. പെട്ടെന്ന് ഗുഹൻ ഒരു വലിയ തോണി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സ്വാമിൻ, ലക്ഷ്മണൻ, സീത എന്നിവരോടൊപ്പം അങ്ങ് ഈ തോണിയിൽ കയറിയാലും. മാനവവീര, എൻ്റെ ജീവനാഥ, അടിയൻ തന്നെ ഈ തോണി തുഴയാം. ശൃംഗിവേരപുരത്തിൻ്റെ അധിപനായ ഗുഹന്റെ വാക്കുകൾ കേട്ട് രാമൻ മംഗലദേവതയായ സീതയുടെ കൈക്കുപിടിച്ച് തോണിയിൽ കയറ്റി. ഗുഹന്റെ കൈപിടിച്ച് ശ്രീരാമനും ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ലക്ഷ്മണനും തോണിയിൽ കയറി. തൻ്റെ ബന്ധുക്കളോടൊപ്പം തോണിയിൽ കയറിയ ഗുഹൻ തന്നെ തോണി തുഴഞ്ഞു. മംഗലാവാങ്കിയായ സീതാദേവി ഗംഗയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഗംഗേ, ഭഗവതി, ദേവിക്ക് നമസ്കാരം. പ്രേമത്തോടെ ശ്രീ പരമേശ്വരൻ്റെ ശിരസിൽ വാഴുന്ന സുന്ദരിയായ ഹൈമവതി, നിനക്ക് നമസ്കാരം. മന്ദാകിനിയായ ഗംഗാദേവിക്ക് നമസ്കാരം. ഞങ്ങൾ കാനനവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, അല്ലയോ ശിവന്റെ വല്ലഭയായ ഗംഗാദേവി, അവിടത്തേക്ക് ആദരപൂർവ്വം ഞങ്ങൾ ബലിപൂജകൾ അർപ്പിച്ചു കൊള്ളാം. ഞങ്ങളെ നീ ആപത്തുകൂടാതെ രക്ഷിച്ചു കൊള്ളണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തോണി മറുകരയിലെത്തി. തോണിയിൽ നിന്നിറങ്ങിയ ഗുഹൻ ശ്രീരാമനോട് ഇങ്ങനെ അപേക്ഷിച്ചു: അങ്ങയോടൊപ്പം വരുന്നതിന് അടിയനെ കൂടി അനുവദിക്കണം, അല്ലെങ്കിൽ ലോകനാഥ, ഞാൻ ജീവൻ ഉപേക്ഷിക്കും. നിഷാദൻ, അതായത് ഗുഹൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ശ്രീരാമൻ സന്തോഷപൂർവ്വം അവനോട് പറഞ്ഞു: 14 വർഷം വനത്തിൽ താമസിച്ചതിന് ശേഷം തീർച്ചയായും വേഗം ഞാൻ മടങ്ങി വരും. അതുവരെ ദുഃഖിക്കാതെ നീ ഇവിടെ താമസിക്കുക. രാമൻ്റെ വാക്ക് ഒരിക്കലും അസത്യമാവുകയില്ല. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ ഗുഹനെ ഗാഢാശേഷം ചെയ്തു. അനന്തരം ഗുഹൻ ശ്രീരാമനെ നമസ്കരിച്ചിട്ട് തോണിയിൽ കയറി സ്വഗൃഹത്തിലേക്ക് പോയി രാമചിന്തയോടെ വസിച്ചു. സീത, ലക്ഷ്മണൻ എന്നിവരോടുകൂടി സഞ്ചരിക്കുന്നതിനിടയിൽ ശ്രീരാമൻ ഒരു മാനിനെ ഭക്ഷണത്തിനു വേണ്ടി കൊന്നു. അനന്തരം ഇരകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കിടക്കയിൽ സുഖമായി ഉറങ്ങി. ഇവിടെ വൈദേഹിതനോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം മുക്ത സുഖേന വസിച്ചതു പാദമൂലെ ദലാഢ്യ തൽപ്പസ്ഥലെ. ആ വരികളുടെ അർത്ഥമാണ് എപ്പോഴും ഒരു സംശയം വരുന്നതാണ്. കാരണം വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമൻ ഒരിക്കലും മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല. അത് പല സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്. ഫലമൂലാദികൾ ഭക്ഷിച്ച് 14 കൊല്ലം വനത്തിൽ താമസിക്കാം എന്നാണ് ശ്രീരാമൻ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഒരു മൃഗത്തിനെ കൊന്നു എന്ന് പറയുമ്പോൾ കൊന്നത് കുഴപ്പമില്ല, പക്ഷെ അത് ഭുജിച്ചു പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. അതായത് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, മൃഗീയ വാസനകളൊക്കെ വനവാസത്തിന് പോകുമ്പോൾ ക്ഷത്രിയ ധർമ്മങ്ങളൊക്കെ പലതും ഉണ്ടാകുമല്ലോ. ക്ഷത്രിയന്മാർ പറയുമ്പോൾ പൗരുഷമൊക്കെ വേണ്ട ആൾക്കാരല്ലേ. പക്ഷെ താമസനായിട്ട് പോകുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള മൃഗീയ വാസനകളൊക്കെ ഉപേക്ഷിച്ചു എന്ന് മാത്രമേ നമ്മളിവിടെ അർത്ഥാക്കാൻ പാടുള്ളൂ. അനന്തരം ഇലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കിടക്കയിൽ സുഖമായി കിടന്നുറങ്ങി. സൂര്യോദയത്തിന് ശേഷം മർഗ്യാദികളോടുകൂടി നിത്യകർമ്മങ്ങൾ കഴിച്ചിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമ സമീപം എത്തി. അവിടെ കണ്ട ഒരു ബ്രഹ്മചാരിയോട് ശ്രീരാമൻ പറഞ്ഞു: ദശരഥപുത്രനായ രാമൻ ഭാര്യയോടും സഹോദരനോടും കൂടി ആശ്രമത്തിൻ്റെ അരികിലെത്തി കാത്തിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ തന്നെ ചെന്ന് മഹർഷിയെ അറിയിക്കണം. അനന്തരം ബ്രഹ്മചാരി മുനിയുടെ സമീപത്തെത്തി വലിയ സന്തോഷത്തോടെ ഇങ്ങനെ അറിയിച്ചു: ആശ്രിതവത്സല, ഈ ആശ്രമത്തിൻ്റെ അടുത്ത് ദശരഥപുത്രനായ ശ്രീരാമൻ വന്ന് കാത്തിരിക്കുന്നു. ഇത് കേട്ട് ഭരദ്വാജൻ എഴുന്നേറ്റ് അർഘ്യം, പാദ്യം മുതലായവ കയ്യിലെടുത്തും കൊണ്ട് ശ്രീരാമസന്നിധിയിലെത്തി. ലക്ഷ്മണനെയും ശ്രീരാമനെയും പൂജിച്ചു. ലക്ഷ്മീപതിയും ദയാപരനുമായ രാമനെ കണ്ട് ഭരദ്വാജ മഹർഷി ആനന്ദ സമുദ്രത്തിൽ മുഴുകി. സീതയും ലക്ഷ്മണനും ശ്രീരാമനും ഭരദ്വാജ പാദങ്ങൾ വണങ്ങി. മഹർഷി അവർക്കെല്ലാം ആശീർവചനങ്ങളും അരുളിയിട്ട് സസന്തോഷം ഇങ്ങനെ പറഞ്ഞു: വേദസ്വരൂപ, അങ്ങയുടെ പാദത്തിലെ പൊടി കൊണ്ട് എൻ്റെ ഈ ആശ്രമത്തെ പരിശുദ്ധമാക്കിയാലും. ഇങ്ങനെ പറഞ്ഞിട്ട് സീത, ലക്ഷ്മണൻ എന്നിവരോടൊപ്പം ശ്രീരാമനെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിധിപ്രകാരം പൂജിച്ചിട്ട് ഭരദ്വാജ മുനി ഇപ്രകാരം അരുളി ചെയ്തു: അങ്ങയെ കണ്ടതോടെ എൻ്റെ തപസ്സെല്ലാം സഫലമായി. രഘുപതി, അങ്ങയുടെ കഥ എനിക്കറിയാം. ഭൂതവും ഭാവിയും എനിക്ക് കാണാം. പരമാത്മസ്വരൂപനായ അങ്ങ് ചില കാര്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. പണ്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ച് അങ്ങ് അവതരിച്ചതിൻ്റെ ലക്ഷ്യം എന്തെന്നും എനിക്കറിയാം.
വനവാസത്തിന് അവസരമുണ്ടായത് എന്തിനാണ് എന്നും ഞാൻ അറിയുന്നു. അല്ലയോ ജ്ഞാനസ്വരൂപ, അങ്ങയെ ധ്യാനിച്ചതുകൊണ്ട് മാത്രം ലഭിച്ച ജ്ഞാനദൃഷ്ടി കൊണ്ട് സകലതും എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്തിനു വളരെ പറയുന്നു, ഞാൻ വളരെയധികം സന്തുഷ്ടനും കൃതാർത്ഥനുമായി തീർന്നിരിക്കുന്നു. തുടർന്ന് ശ്രീരാമൻ ആദരപൂർവ്വം ഭരദ്വാജനെ വന്ദിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ക്ഷത്രിയരായ ഞങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണം. ഇങ്ങനെ പരസ്പരം സംഭാഷണങ്ങളിൽ മുഴുകി മുനിയോടൊത്ത് ശ്രീരാമൻ ആശ്രമത്തിൽ രാത്രി കഴിച്ചുകൂട്ടി. ഇനി വാൽമീകി ആശ്രമ പ്രവേശം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും രാവിലെ എഴുന്നേറ്റ് ഭരദ്വാജ മുനിയുടെ പുത്രന്മാരായ ഋഷികുമാരന്മാരുമൊത്ത് ഉത്തമയായ യമുനാ നദി കടന്ന് താപസന്മാർ കാട്ടിക്കൊടുത്ത വഴിയെ പോയി ചിത്രകൂട പർവ്വതത്തിൽ എത്തി. പല മുനിമാർ നിറഞ്ഞതും നാനാതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ധാരാളം ഉള്ളതും ഉപയോഗപ്രദങ്ങളുമായ നല്ല മരങ്ങൾ, വള്ളികൾ എന്നിവ കൊണ്ട് പരിശോഭിതവും എല്ലായ്പ്പോഴും പൂക്കൾ, കായ്കൾ, തളിരുകൾ എന്നിവയോട് കൂടിയതും മനോഹരവും നിർമ്മലവുമായ വാൽമീകിയുടെ ആശ്രമം അവർ അവിടെ കണ്ടു. ശ്രീരാമാദികൾ ആശ്രമത്തിലെത്തി വാൽമീകിയെ നമസ്കരിച്ചു. അപ്പോൾ വാൽമീകി ലക്ഷ്മീകാന്തനും കാമദേവനെപ്പോലെ സുന്ദരനും നീലത്താമര ഇതൾ പോലുള്ള കണ്ണുകളുള്ളവനും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണത്താൽ അഭിവന്ദ്യനും അമ്പും ആവനാഴിയും വില്ലും ധരിച്ചിട്ടുള്ളവനും ലോകത്തെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥനും ജടാമകുടം കൊണ്ട് ശോഭിക്കുന്നവനും സീത, ലക്ഷ്മണൻ എന്നിവരോട് കൂടിയവനും ആഗ്രഹങ്ങൾ നൽകുന്നവനും മനോഹരനും കോമളനും ശ്യാമളനും മോഹനനും വീരനും രഘുകുലനായകനും രാജാവുമായ ശ്രീരാമനെ കണ്ട് വാൽമീകി ആനന്ദക്കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ ശ്രീരാമൻ്റെ തിരുമൈ മുറുകെ ആലിംഗനം ചെയ്തു. പരമാനന്ദ സ്വരൂപനും കാരുണ്യാമൃതം നിറഞ്ഞ സമുദ്രവും ലോകവന്ധ്യനും താമരക്കണ്ണനും രാജേന്ദ്രശേഖരനും നാരായണനും ജഗൽസ്വരൂപനും മനുഷ്യനുമായ ശ്രീരാമചന്ദ്രനെ പൂജാദ്രവ്യങ്ങൾ, പാദ്യം മുതലായവ കൊണ്ട് ഭക്തിപൂർവ്വം പൂജിച്ചതിന് ശേഷം മോക്ഷദായകനായ ഭഗവാന് ഭക്ഷിക്കുന്നതിനു വേണ്ടി പഴുത്ത മധുരരസമുള്ള ഫലങ്ങൾ, തേൻ, കിഴങ്ങ് മുതലായവ ആദരവോടും സന്തോഷത്തോടും കൂടി സമർപ്പിച്ചു. അവയെല്ലാം കഴിച്ച് ക്ഷീണമെല്ലാം തീർത്ത ശ്രീരാമൻ വാൽമീകിയെ നമസ്കരിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വേദാന്തികളായ നിങ്ങൾക്ക് അതെല്ലാം അറിയാം. സീതയോടൊന്നിച്ച് പറക്കാൻ പറ്റിയൊരു സ്ഥലം അങ്ങ് പറഞ്ഞു തരണം. ഈ പ്രദേശത്ത് കുറച്ചു നാൾ താമസിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയെപ്പോലുള്ള ദിവ്യന്മാരിയിരിക്കുന്ന മംഗളകരമായ ദേശങ്ങൾ താമസത്തിന് ഏറ്റവും പറ്റിയതാണ്. ഇത് കേട്ട വാൽമീകി മഹർഷി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പരമാത്മസ്വരൂപനായ അങ്ങയിൽ സമസ്ത ലോകങ്ങളും വസിക്കുന്നു. നീ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നു. അതിനാൽ ഒരു സാധാരണ വാസസ്ഥലം അങ്ങേക്ക് നിർദ്ദേശിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? ഇന്ന് സീതയുമൊത്ത് സുഖമായി താമസിക്കുവാൻ ഒരു സ്ഥലം പ്രത്യേകം ചോദിക്കുകയാൽ നാമവിശേഷണങ്ങളോടെ, അതായത് പ്രത്യേകതകളുള്ള സ്ഥലങ്ങളെപ്പറ്റി ഞാൻ പറയാം. സന്തുഷ്ടരും സമദർശികളും സകല ജന്തുക്കളിലും ദേഷമില്ലാത്ത മനസ്സോടുകൂടിയവരും ശാന്തരായി അങ്ങയെ ഭജിക്കുന്നവരുടെയും മനസ്സ് അങ്ങേക്ക് സുഖവാസത്തിന് കൊള്ളാവുന്ന ഭവനമാണ്. സനാതനമായ ധർമാധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങേക്ക് വധിക്കാനുള്ള ഉത്തമ ഗ്രഹമാണ്. നിത്യവും നീയേ ശരണം എന്ന വിചാരത്തോടെ ദ്വന്ദ്വഭാവമോ മോഹങ്ങളോ കർമ്മഫലകാംക്ഷയോ ഇല്ലാതെ നിന്റെ നാമമന്ത്രം ജപിക്കുന്നവരുടെ ഹൃദയകമലം നിനക്ക് സുഖമായി വധിക്കാനുള്ള ഉത്തമ സ്ഥലമത്രേ. ശാന്തരും അഹങ്കാരമില്ലാത്തവരും രാഗദ്വേഷങ്ങളകന്നവരും അഹങ്കാരം, രാഗദ്വേഷങ്ങൾ എന്നിവയകന്ന് ശാന്തമനസ്കരായവരുടെ, അതായത് മൺകട്ടയും കല്ലും സ്വർണവും തുല്യമായി കരുതുന്നവരുമായ ശ്രേഷ്ഠമതികളുടെ മനസ്സ് അങ്ങയുടെ സുഖവാസത്തിന് യോഗ്യമാണ്. എല്ലാ കർമ്മങ്ങളും നിന്നിൽ അർപ്പിച്ച് നിന്നിൽ തന്നെ സമർപ്പിച്ച മനസ്സോടെ സന്തുഷ്ടരായി കഴിയുന്നവരുടെ മനസ്സ് അങ്ങയുടെ സുഖവാസ മന്ദിരമാണ്. ആഗ്രഹിച്ചത് ലഭിച്ചാൽ സന്തോഷിക്കാതെയും ഇഷ്ടമല്ലാത്തത് വന്നു ചേർന്ന് സന്തപിക്കാതെയും സകലതും മായ എന്ന് കരുതി ജീവിക്കുന്ന ദിവ്യമായ മനസ്സ് അങ്ങയുടെ ആവാസത്തിന് യോഗ്യമാണ്. ജനനം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 അവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റമെല്ലാം ശരീരത്തിനേ ഉള്ളൂ. വിശപ്പ്, ദാഹം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ഈശ്വരനെ ഭജിക്കുന്നവരുടെ മനസ്സ് അങ്ങയുടെ സുഖവാസത്തിന് യോഗ്യമായ മന്ദിരമാണ്. വിജ്ഞാനമൂർത്തിയും വേദാന്തവേദ്യനും അനന്തനും ഏകനും ഉപനിഷത്തുക്കളാൽ അറിയപ്പെടുന്നവനും ആദ്യനും ഈ ലോകത്തിൻ്റെ കാരണക്കാരനും ശബ്ദബ്രഹ്മസ്വരൂപനും പരബ്രഹ്മരൂപിയും നാശമില്ലാത്തവനും സകലതിൻ്റെയും ഉള്ളിൽ വസിക്കുന്നവനും എല്ലാറ്റിനും ആധാരമായിട്ടുള്ളവനും
സർവവ്യാപിയും ഒന്നിലും പറ്റി നിൽക്കാത്തവനും എല്ലാറ്റിനെയും പ്രാപിച്ചവനും വാസുദേവനും ഭക്തർക്ക് വരം നൽകുന്നവനും ശ്രേഷ്ഠനുമായ അങ്ങയെ ആരൊരാൾ സർവ്വജീവജാലങ്ങളുടെയും ആത്മാവിൽ സദാ ദർശിക്കുന്നുവോ അവൻ്റെ മനസ്സ് സീതാസമേതനായി വസിക്കുവാൻ അല്ലയോ ശ്രീപദേ അങ്ങേക്ക് യോജിച്ച മന്ദിരമാണ്. അഭീഷ്ടങ്ങൾക്ക് ചിന്താമണിയും കാരുണ്യവാരുതിയുമായ ഭഗവാനെ നിരന്തരമായ യോഗ പരിശീലനത്താൽ ഉറച്ച മനസ്സുള്ളവരും എല്ലായ്പ്പോഴും അങ്ങയുടെ പാദസേവയിൽ തൽപരരും അങ്ങയുടെ നാമജപ മന്ത്രം കൊണ്ട് ശുദ്ധവും സന്തോഷവുമുള്ള മനസ്സുള്ളവരും ഭക്തി കൊണ്ട് അലിഞ്ഞ ഹൃദയമുള്ളവരുമായ ഭക്തരുടെ ഉള്ളിൽ അങ്ങ് വസിക്കുക. ബാക്കി വാൽമീകിയുടെ ആത്മകഥ എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.